ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്ന ഫ്രോക്കിൻ്റെ ആ ഒരു കളർ നമുക്ക് കറക്റ്റ് ഇടയ്ക്കൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ്. നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും സെയിൽ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. ഇതുപോലെ ബോണിങ് നെറ്റ്, ഫാസിനേറ്റേഴ്സ് അല്ലെങ്കിൽ കൺകൻ ലേസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫ്രോക്കാണെങ്കിൽ സെയിം കളറിലുള്ള ബോണിങ് നെറ്റ് അല്ലെങ്കിൽ ഫാസിനേറ്റർ നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ അതുപോലെ പേൾ വർക്കൊക്കെ വരുന്ന ഫ്രോക്കിലൊക്കെ നമുക്ക് സെയിം കളർ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ അല്ലെങ്കിൽ പേൾ കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നോക്കിയിട്ട് കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇത്. ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു കളർ ബട്ടർഫ്ലൈയാണ് നമുക്ക് വേണ്ട, അതിൻ്റെ മുകളിലേക്ക് പേളും കൂടെ വേണം. ഈ ഒരു സെയിം ഷെയ്ഡ് എനിക്ക് പേൾ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ നോക്കി ഒരു സെയിം കളർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്താക്കി, ഇതുപോലെ കയ്യിലുള്ള പേൾ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫാബ്രിക് പെയിൻറ്റോട് കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാബ്രിക് പെയിൻറ്റ് ഞാൻ സെയിം ബോട്ടിൽ ഗ്രീൻ കളറിന് എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഫാബ്രിക് പെയിൻറ്റ് ഡിഫറെൻറ്റ് ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡിലുള്ളതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതാണ്. ഇത് ഞാനിപ്പം ഫാസിനേറ്ററിന് വേണ്ടിയുള്ള ബോണിങ് നെറ്റാണ്, ഫാസിനേറ്ററാണ്. അപ്പോൾ അത് എങ്ങനെ കളർ ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മളെ പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ട് അതിന് മുകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സക്സസ് ആയിട്ട് വേണം എനിക്ക് സക്സസ് ആവുന്നുണ്ടെങ്കിൽ ഫ്രോക്കിൻ്റെ ബോണിങ് നെറ്റും കൂടെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രോക്ക് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ വൈറ്റാണ് ഉണ്ടായത്. ബ്ലാക്ക് ആണെങ്കിലും കുറച്ചും കൂടെ വൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ബോട്ടിൽ ഗ്രീനിൽ വളരെ ഒരു ബോറായിട്ട് നിൽക്കുന്നത് തോന്നി. അപ്പം ഞാൻ പേള് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 1-2 ആൾക്കാർ ഞാൻ പേഴ്സണലായിട്ട് വന്നിട്ടുണ്ട്, എന്തിനാ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഷെയർ ചെയ്യുന്ന, എല്ലാ സീക്രട്സും എന്തിനാ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ആദ്യമൊക്കെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലൊക്കെ ആയി. പിന്നെ ഞാൻ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ചെയ്തു. പിന്നെ അതിനുശേഷം മോന് 5 ഇയർ ആയിട്ടുള്ള മോനാണ്. അപ്പോൾ ഓനും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഓനും അത് ചെയ്താണ് ഫിനിഷ് ചെയ്യാൻ പറ്റി. ഈ ഒരു ചെറിയ പീസ് ചെയ്യാനല്ല, ഫ്രോക്കിലൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇത് ആ സെയിം ഫ്രോക്കിലേക്ക് നമ്മൾ ബട്ടർഫ്ലൈ ഓർഗൻസ ഫാബ്രിക്കിലെ ബട്ടർഫ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള പേളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഈ ഒരു സെയിം കളറിലേക്ക് തന്നെ നമ്മളൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂടിയിൽ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഡ്രൈ ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയറിലേക്കുള്ള ബോണിങ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് സക്സസ് ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കൂടെ ചെയ്യാം. കറക്റ്റ് കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാലോ ഫാബ്രിക് പെയിൻറ്റ് അങ്ങനെ വേഗം പോവുകയും ചെയ്യില്ല വാഷ് ചെയ്താലും. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്ന ഫ്രോക്കിൻ്റെ ആ ഒരു കളർ നമുക്ക് കറക്റ്റ് ഇടയ്ക്കൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ മോൻ ചെയ്ത സ്ഥലത്തൊക്കെ കുറച്ച് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞാനതൊക്കെ ഒന്നുകൂടെ കളറൊക്കെ ശരിക്കും കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഫിനിഷായി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേള് കണ്ടോ നിങ്ങൾ, ഓർഗൻസ ഫാബ്രിക്കിൻ്റെ ബട്ടർഫ്ലൈയിൽ നമ്മൾ സെയിം കളറിൽ തന്നെ പേളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതുപോലെ സെയിം കളറ് ബോണിങ് നെറ്റും അതുപോലെ പേളൊന്നും ഇല്ലാത്തവർക്ക് അറ്റ കൈ പ്രയോഗം രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോകില്ല കേട്ടോ. അപ്പം ഇത് ചെയ്തതിന് ശേഷം കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളെ വർക്കും നമ്മളെ ടിപ്സൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താ നെക്സ്റ്റ് വീഡിയോ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയെന്നറിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മളെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് വന്നിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. എനിവേ എന്തായാലും നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ വർക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്.